ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഞാൻ എൻ്റെ അജിക്കാണ് വളരെ വളരെ പറയട്ടെ, അജിക്ക് വളരെ വളരെ എനിക്ക് വളരെ ഞാൻ എൻ്റെ ലാലേട്ടനെ കണ്ടു അല്ലേ. ലാലേട്ടനെ കണ്ടെന്ന് പറയുമ്പോൾ ലാലേട്ടനൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ കയ്യെത്തും ദൂരത്തെ ലാലേട്ടൻ ഉണ്ടായിരുന്നു. കൺകുളിർക്കെ നിറയെ കണ്ടു. ഏകദേശം 1.5-2 മണിക്കൂറോളം ലാലേട്ടൻ ഞങ്ങളെ തൊട്ട് മുന്നിലുണ്ടായിരുന്നില്ലേ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ എത്രയോ വർഷം കോളേജ് പഠിക്കുന്ന ഏകദേശം ഞാൻ 6ാം ക്ലാസ് 7-8 പഠിക്കുക അന്ന് മുതലേ ഞാനൊരു ഡൈഹാർഡ് മോഹൻലാൽ ഫാൻ ആയതാണ്. അന്ന് മുതലേ മനുഷ്യനൊന്ന് നേരിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഒന്ന് ദൂരെ നിന്നെങ്കിലും കണ്ടാൽ മതി. കാരണം ഞാൻ ഭയങ്കര മെസ്സി ഫാനാണ്. പക്ഷേ ഞാൻ ക്രിസ്ത്യാനോനെ അതേപോലെ കയ്യെത്തും ദൂരത്ത് കണ്ടിട്ടുണ്ട്. എക്സ്പോയിൽ വന്നപ്പോൾ ഞാൻ മോഹൻലാൽ ഫാനാണ്. പക്ഷേ ഞാൻ മമ്മൂട്ടിനെ 4-5 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ലാലേട്ടനെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. എത്ര ആ മനുഷ്യനൊന്ന് കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ കണ്ട റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ലാലേട്ടൻ്റെ കോളൊക്കെ വന്ന് ഏകദേശം 2.5 വർഷമായി നിൽക്കുമ്പോൾ അൽഹംദുലില്ലാ ഈ കഴിഞ്ഞ മാസം ലാലേട്ടൻ്റെ ദുബായിത്തെ വീട്ടിൽ പോയിട്ട് ലാലേട്ടൻ്റെ ഭാര്യനെ കണ്ടു. അവർക്കൊരു ലാലേട്ടനും സുജി ചേച്ചിയും കൂടെ ഉള്ളൊരു ഫോട്ടോ വരച്ചു കൊടുത്തു. സുജി ചേച്ചി അന്ന് എന്നോട് പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ ലാലേട്ടൻ എനിക്ക് വരുമ്പോൾ എന്തായാലും അജ്മലിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലാലേട്ടൻ ദുബായിക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരാഴ്ച മുന്നേ തന്നെ ലാലേട്ടൻ എപ്പോഴാണ് വരുന്നത്, ഫ്ലൈറ്റ് എപ്പോഴാണെന്നൊക്കെ ഉള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ സുജി ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു. ലാലേട്ടൻ മാത്രമേ വരുന്നുള്ളൂ. ഒറ്റ ദിവസത്തിന് വരുന്നത്. ലാലേട്ടൻ ഇന്ന് രാവിലെ എത്തി. നാളെ രാവിലെ തിരിച്ചു പോകും. അപ്പോൾ സുജി ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത നെക്സ്റ്റ് ടൈം വരുമ്പോൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയെന്തേലും നിങ്ങളല്ലേ മോഹൻലാൽ ഫാനേ? അല്ല, പറയാൻ വന്നത് ഗൾഫ് മാധ്യമം അവർ എല്ലാ വർഷവും നടത്തുന്ന കമോൺ കേരള എന്ന പ്രോഗ്രാമിന് ഇത്തവണ ഞങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. നമുക്ക് അവർ VIP ടിക്കറ്റ്സൊക്കെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ലാലേട്ടനെ കാണാൻ പോകുന്നതും എല്ലാവരും ലാലേട്ടൻ കൂടെ ഉള്ള ഒരു സെൽഫി അല്ലെങ്കിൽ ഫോട്ടോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് ഞങ്ങൾക്ക് അവർ VIP ടിക്കറ്റേ തന്നിട്ടുള്ളൂ. എന്നോട് പേഴ്സണലി ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാം, നമുക്ക് VIP ടിക്കറ്റേ തന്നിട്ടുള്ളൂ. സോ ചിലപ്പോൾ ഒരു സീറ്റായിരിക്കാം, അല്ലാതെ എനിക്കൊരു ഏരിയ നമുക്ക് അവിടെ നിന്നിട്ട് കാണാൻ എന്താവും അറിയാലോ. ഒരു പബ്ലിക് ഒരു അവാർഡ് നൈറ്റ് പോലത്തെ ഒരു പരിപാടിക്ക് നമ്മളങ്ങനെ സ്റ്റേജുമൊക്കെ വിളിക്കാനാണ്. നമ്മളാരാ, നമ്മൾ അത്രക്കൊന്നും വളർന്നിട്ടൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഈ VIP ടിക്കറ്റിൽ ഞങ്ങൾ സീറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഇത്ര എടുത്തായിരിക്കും അല്ലേ, ഇത്ര എടുത്തുനിന്ന് ലാലേട്ടൻ ഫാൻ അല്ലാതെ ഞാൻ ആ പ്രോഗ്രാം വേണ്ടി എനിക്ക് തന്നെ കാരണം നമ്മൾ അതായത് എന്താണ് ഏറ്റവും ബാക്കിൽ കാണികൾക്ക് ഇരിക്കുന്ന സ്ഥലം, പിന്നെ VIP, പിന്നെ VVIP അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൽ VIPസിൽ നമുക്കൊരു ഇടം കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര, അതായത് നമ്മളൊരു 4-5 സീറ്റ് മുന്നിൽ ലാലട്ടി ഇരിക്കുന്നു. ഒരു 4-5 ചെയർ മുന്നിൽ ലാലട്ടി ഇരിക്കുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ പരിപാടി. മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മിഥുൻ ഉണ്ടായിരുന്നു. എനിക്ക് മിഥുനെ നല്ല ഇഷ്ടം. ലൈക്ക് ആങ്കർ എന്നുള്ള രീതിയിൽ ഭയങ്കര ചടപ്പില്ലാണ്ട് ചെയ്യും. പിന്നെ വിധു പ്രതാപിന്റെ അവരെ സോങ്സ് ഒക്കെ ഭയങ്കര മൃദുല, വിധു പ്രതാപ്, ശ്രേയ അവരൊക്കെ സോങ് ഉണ്ടായിരുന്നു. റംസാന്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര രസം അല്ലേ. പിന്നെ ലാലേട്ടൻ്റെ എൻട്രി, ആ തോളി ചരിച്ചിട്ടുള്ള സ്റ്റേജുമൊക്കെയുള്ള നടത്തം, ലാലേട്ടൻ പാടി അല്ലേ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് പക്ഷേ അജിക്ക് പറയുന്ന അത്ര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നിർഭാഗ്യവശാൽ എനിക്ക് പ്രോഗ്രാമിനൊന്നും ഈ പ്രോഗ്രാമിന് പോയത് തന്നെ ഒരു വലിയ കഥയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ട്. ഇതാട്ടോ എന്റെ ഡ്രസ്സ്. പ്രോഗ്രാമിന് നമ്മളങ്ങനെ ഒരു ഇതാണ് എന്റെ ടോട്ടൽ ഔട്ട്ഫിറ്റ്.
എങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടെ, കമന്റ് ചെയ്യും. പിന്നെ പൂക്കിയാക്കിയോ? ഇത് ഞാൻ സെലക്ട് ചെയ്ത ഷർട്ടാണ്. അജിക്കൊക്കെ തന്ത വൈബാണ് ഇഷ്ടം. ഞാൻ 2K കിട്ടല. ഇതിൽ കാണാൻ പറ്റായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാന്റും കാണിച്ചു തന്നെ. ഞാൻ റൂമിൽ ഇടുന്ന പാന്റാട്ടാ. ഇതാണ് ഇതിലേക്ക് മാച്ച്. പിന്നെ പിന്നെന്താ കളവ് പറയണ ഒരു കളവരാണിത്. റൂമിലെ പാൻ്റൊന്നുമല്ല ഇത്. ഞാൻ കഴിഞ്ഞ എന്താ ആനിവേഴ്സറി ആയിരുന്നു, വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത കോട്ട് സെറ്റിന്റെ. അപ്പൊ അതിന്റെ ഷർട്ടാണെങ്കിൽ മറ്റേ 20 രൂപയ്ക്ക് വാങ്ങിയല്ലേ. എന്ത് കള്ളാണ് പറയണ അജിക്ക. നിങ്ങൾ നരകത്തിലാണ്. നരകത്തേക്ക് നിങ്ങൾ പായിരിക്കും. ഞാനില്ല നിങ്ങളപ്പോ. അപ്പൊ ഞാൻ പറയട്ടെ. അപ്പം എന്തൊക്കെ ആ പാൻറ് ഇതിൽ കിട്ടുമോക്കിയപ്പോ ഈ അജിക്ക് കാണാൻ ഒരു ഡ്രസ്സിങ് സെൻസും ഇല്ല. കൊറേ അങ്ങനെ ഇട്ട് മാറ്റി വെക്കുമ്പോ എന്നോട് പറഞ്ഞു ഓഫ് ചുവന്ന ഷർട്ടിക്ക് പച്ച പാന്റ് അതൊന്നും എനിക്ക് പറ്റൂല. അതൊക്കെ ടീഷർട്ട് ഇൻസൈഡ് ഞാൻ പറയാ. അതെന്താ ടീഷർട്ട്സ് ഇൻസേർട്ട് ചെയ്യാൻ ഞാൻ പറയില്ല, വെറുതെ കള്ളേ പറയൂ. ഞാൻ പറയട്ടെ ഇതെങ്ങനെയാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൾഫ് മാധ്യമത്തിനായിട്ട് നമ്മൾ ഓൾറെഡി 2-3 കൊളാബ് ചെയ്താണ്. നമ്മളെ ഇൻ്റർവ്യൂ അവരെടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ മോഹൻലാൽ ലാലേട്ടൻ വരണതിൻ്റെ ഒരു വീഡിയോ നമ്മളവർ ചെയ്തു കൊടുത്താണ്. അപ്പോൾ അവർ നമ്മളെ ക്ഷണിച്ചു, ഇൻവൈറ്റ് ചെയ്തു. ലാലേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്ത് എന്തായാലും നിന്നെ ലാലേട്ടനെ കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് അയച്ചു തന്നു. നിർഭാഗ്യവശാൽ അന്ന് തന്നെ എനിക്ക് അല്ലൈനിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതായത് ഇന്ന് എനിക്ക് അല്ലൈനിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റും ലാലേട്ടൻ വരുന്ന ഡേറ്റും സെയിം ആയി. ലാലേട്ടൻ 4 മണിക്കാണ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് അല്ലൈനിൽ എത്തുന്ന ടൈം ഉച്ചയ്ക്ക് 1 മണി. ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയുണ്ട്. അവിടുത്തെ സംഭവം കഴിഞ്ഞ് ഒരു 2:30 ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്തണമെങ്കിൽ 4:30-5 മണിയാവും. അപ്പോൾ എന്താ ചെയ്യാന്നല്ല, തലേന്ന് ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. നല്ലൊരു ഒന്നാണ് വയക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഫോം വിളിച്ചെടുക്കാം. എന്തൊരു ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഞാനില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ ഡ്രസ്സ് എടുത്തോളി എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ ഡൗണായി. കാരണം ഞാൻ അത്രയും വർഷം ആഗ്രഹിച്ച് നിന്നൊരു മൊമെൻറ്റിന് പറയണേ ഞാനില്ല നിങ്ങൾ പോയിക്കോളി, ഇവളില്ലാതെ എങ്ങനെ പോവാം. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു ഫസ്റ്റ് ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ സന്തോഷിക്കണ ഒരു ദിവസം. എൻ്റെ ഒരു സന്തോഷം കണ്ടിട്ട് ഈ സന്തോഷിക്കണത് ഞാൻ കുറേ കാലമായിട്ട് സ്വപ്നം കാണണം. എന്തെങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആളൊന്ന് സോപ്പിട്ടിട്ട് കൊടുന്ന് ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഡ്രസ്സ് എടുക്കാൻ പോണത് 11:30 കിട്ടാം. 12 മണിക്ക് ഷോപ്പ് ക്ലോസാണ്. ഷോപ്പിൽ പോയി അവൾക്കൊന്നും പറ്റിയില്ല. എനിക്ക് പിന്നെ ഏതെങ്കിലുമൊക്കെ മതിയെന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ. കാരണം ഞാൻ ആകെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പാടായിരുന്നു, ഫുഡ് കഴിച്ചിട്ടില്ല, ടയേർഡായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് എടുത്ത് ഇവൾക്ക് കിട്ടിയില്ല. അവിടെ നിന്ന് ഇറങ്ങി 2 കടയൊക്കെ പോയപ്പോൾ ഇവർ ഷട്ടർ പൂട്ടിയിട്ട് ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. ഉള്ളിൽ ആൾക്കാരുണ്ട്, പക്ഷേ ഇനി പുതിയ ആൾക്കാർ കയറ്റുന്നില്ല. കാരണം ക്ലോസിങ് ടൈം അയക്കണമെന്നാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നാളെ ഈ വന്നിട്ട് എടുത്തോ, എന്നിട്ട് ഞാൻ അല്ലയിന്ന് വരുന്ന ടൈം അനുസരിച്ചിട്ട് മാറ്റി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ താടി പ്രാന്തം കോലത്തിൽ താടി ഒന്ന് ഷേപ്പാക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ നെറ്റിലിങ്ങനെ സെർച്ച് ചെയ്യാം 24 hours സലൂൺ എവിടെയെന്നുള്ളത്. ഒന്നുമില്ല. അങ്ങനെ ഏതോ കുറേ സ്ഥലത്തുണ്ട്. അവർ 4 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞേ. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയപ്പോൾ 2 മണി ആയിക്കണം. എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ രാവിലെ എനിക്ക് 6 മണിക്ക് അല്ലയിൽ പോവും വേണം. അങ്ങനെ ഇനി മതി മുടി വെട്ടത്, നമുക്ക് അല്ലയിന്ന് വെട്ടാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ എണീറ്റ് അല്ലയിൽ പോയി. അല്ലയിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ ഞാൻ 2 മണിക്ക് 2 മണിക്ക് ഞാൻ ബസ് സ്റ്റേഷനിലെത്തി. ചോദിച്ചപ്പോൾ 3 മണിക്കാണ് പിന്നെ ബസ്സുള്ളത്. 3 മണിൻ്റെ ബസ്സിന് കയറി കഴിഞ്ഞാൽ 5 മണിക്ക് എവിടെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ നടന്ന് അവിടെയുള്ള സെലൂണിൽ പോയിട്ട് അയാളോട് പറഞ്ഞേ ഒന്ന് താടി ശരിയാക്കണം എന്ന് പറഞ്ഞു. അയാൾ ഇതൊക്കെ വെച്ച് തുണിയൊക്കെ ഇട്ട് കത്രി കയറ്റി എങ്ങനെ വെട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത് എൻ്റെ പഴയൊരു ഫോട്ടോ ഇതേപോലെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ഓക്കെ. എന്നിട്ട് ഇയാളിങ്ങനെ ട്രിമ്മർ ഇങ്ങനെ ഓണാക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് 3 മണിക്കിൻ്റെ ബസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറ്റൂല ടാറ്. ഞാൻ എന്ത് ചോദിച്ചു, അല്ല ഞാൻ പതുക്കെ പണിയെടുക്കുന്ന ആളാണ്, സ്പീഡിൽ പണിയെടുത്തിട്ട് അവിടെ ഇവിടെ തട്ടി മൂരയാക്കി കഴിഞ്ഞാൽ മുഖമാണ്, പതുക്കെ പണിയെടുക്കാൻ പറ്റുള്ളൂ, എന്തായാലും ഒരു 3:30 വരെയൊക്കെ ഇവിടെ ഇരിക്കണം എന്നാണ്. അപ്പോൾ പറഞ്ഞു എനിക്ക് 3 മണിക്ക് ബസ്സാണ്, അർജൻറ്റ് ഉണ്ട്, എന്നാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇവിടെ 5 മണിക്ക് വന്ന് ഇറങ്ങി ബസ് ഇറങ്ങി ഞാൻ ഓടി
ഫസിനോടൊക്കെ മാറ്റി നിൽക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ എത്തി. ഞാൻ വേഗം കുളിച്ച് മാറ്റി പെട്ടെന്ന് ഇറങ്ങി. ടാക്സിക്ക് കാത്തു നിന്നിട്ടുണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ടാക്സി തലങ്ങും വിലങ്ങും പോകണം. 15-20 മിനിറ്റോളം ടാക്സി കാത്തുന്ന സമയം 5:30 ആയിരിക്കും കേട്ടോ. 4 മണിക്കാണ് മോഹൻലാലിൻ്റെ പരിപാടി. അങ്ങനെ അവിടെ എത്തി. നമുക്ക് എവിടെയൊക്കെ തന്നപ്പോൾ ഞാൻ ചോദിച്ചു ലാലേട്ടൻ വന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ലാലേട്ടൻ 7:30 ലാലേട്ടൻ വരുന്ന ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ശ്വാസം എന്നോട് ഞാൻ ചോദിച്ചു, വണ്ടിയിലിരിക്കും ടാക്സിയിലിരിക്കുമ്പോൾ എന്നോട് ചോദിക്കാം ലാലേട്ടൻ വന്ന് പോയിട്ടുണ്ടാവും, പിന്നെ ഇത്ര നേരമായിട്ട് ഒരു ഞാൻ എന്നിട്ട് ഇവളോട് പറയുന്നത് പോണ. അപ്പോൾ ഞാൻ അറിയണേ ഇങ്ങനത്തെ ഇങ്ങനെ പറയണ്ടേ, നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവില്ലേ നല്ലത്. ഇല്ല, ഞാൻ എന്നിട്ട് ഇവളോട് പറയാ ഫസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്ത് ട്രാഫിക്കുണ്ട്, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ലാലേട്ടൻ വരണുണ്ടോ തോന്നുന്നു. നമ്മൾ നാട്ടിലൊക്കെ ബ്ലോക്ക് ആവണൊക്കെ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ വരുന്ന റീസൺ ഷാർജ സിറ്റിയിൽ ബ്ലോക്ക് ആവണമെന്ന് ആലോചിച്ച് നോക്കി. ആ റോഡ് മൊത്തം ബ്ലോക്ക്, ഇങ്ങോട്ട് വന്ന് ഈ കാണാൻ വന്ന ആൾക്കാരെ. അപ്പോൾ ഞാൻ ഫസ്റ്റിനോട് തന്നെ ഫസ്റ്റ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് ഒരു ലക്ഷറി വണ്ടി കാണുമ്പോൾ ഉള്ളിലേക്കൊന്ന് നോക്കി, ചിലപ്പോൾ ലാലേട്ടനാണെങ്കിലും അങ്ങനെയെങ്കിലും കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഉള്ളിൽ കയറി കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് പരിചയത്തിലുള്ള ഫ്രണ്ട്സിൻ്റെ സ്റ്റാൾസൊക്കെ ഉണ്ടെന്നാണ്, അപ്പോൾ അവിടെ പോയി വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ പോയി ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സിനെ കണ്ടിട്ടോ. ഒരുപാട് പേര് ഫോട്ടോ എടുത്തു. ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്ത് പോകുമ്പോൾ അടുത്ത ആൾ അങ്ങനെ പരിചയപ്പെട്ടു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് നാട്ടിലത്തെ വൈഫിനൊക്കെ ഫസിന് ഭയങ്കര ഇഷ്ടമാണ്, ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ലാലേട്ടൻ വന്നു. ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഇത്. അപ്പോൾ അതെങ്ങനെ ലൈക്ക് വെറുതെ നല്ല റഷ് ഉണ്ടായിരുന്നു ബാക്കിലൊക്കെ. അപ്പോൾ ബാക്കിൽ നിന്ന് ആൾക്കാർ വെറുതെ സൗണ്ട് ഉണ്ടാക്കുക, വെറുതെ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരാൾ നീച്ച് പായ. ഞാൻ പറഞ്ഞു നാണം കെടുത്തല്ലേ, വന്നിട്ടില്ല എന്തായാലും മോഹൻലാലൊക്കെ വരികയാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്ത് നല്ല ഇതൊക്കെ കൊടുത്തിട്ടല്ലേ കൊണ്ടുവരുള്ളൂ. ഇത് ബാക്കിൽ ആരെങ്കിലും ചിരിക്കാൻ അപ്പം നീച്ച് പായാൻ നിൽക്കുക. എൻ്റെ റബ്ബേ പിടിച്ചിരുത്തിയിട്ട് അത്രയും നമ്മൾ സ്വപ്നം കണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത്ര കാര്യം ഞാൻ അത്രയിലും വേനല്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ഒരുപാട് കാലത്തൊരു സ്വപ്നമാണ് ഇന്ന് നടന്നത്. കയ്യെത്തും ദൂരത്തും എന്നല്ല പറയാം. എന്താ അടുത്ത സ്വപ്നം? ഇനി ആ ചെരിഞ്ഞ തോള് ചേർന്നിട്ട് ഇങ്ങനെ പിടിച്ചൊന്ന് കെട്ടിപ്പിടിക്കണ ഒരു വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ല, അതന്നെ ഉള്ളൂ സ്വപ്നം. അതാണ് ഇപ്പൊ കറന്റ്ലി ലാലേട്ടനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്ത സ്വപ്നങ്ങള്. ഇൻഷാല്ലാ സ്വപ്നങ്ങൾ നടന്നതിന്റെ വശങ്ങളെ അറിയിക്കുക. അതുവരെ ഞങ്ങള് അപ്പൊ ഇന്റെ അടുത്തും പറയണില്ലല്ലോ, എനിക്ക് സർപ്രൈസാ. അതുവരെ സ്വപ്നങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇൻഷാല്ലാ നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ എന്തായാലും നിങ്ങളെ അറിയിക്കാതിരിക്കൂല. പിന്നെ ഇൻഷാല്ലാ ലാലേട്ട എപ്പോഴെങ്കിലൊക്കെ സുജി ചേച്ചിനായിട്ട് വൈഫിനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളിത് പറയണേ എനിക്ക് ഏതോ ഒരു പടത്തിന്റെ റിവ്യൂവില് ഒരു പടത്തിന്റെ തിയേറ്റർ ഏത് പടം എനിക്ക് ഓർമ്മയില്ല, തിയേറ്ററിൽ നിന്ന് ഇറങ്ങട്ടെ ഞാൻ ഫോണ് കണ്ടേ. അപ്പോൾ റിവ്യൂ ഇങ്ങനെ ചോദിക്കാൻ കുറെ ആളുണ്ടാവുമല്ലോ. അങ്ങനെ നല്ല പടമാണ്, ഷോക്ക് തന്നെ വന്നിട്ട് നല്ല പടമാണ്. ആരും നെഗറ്റീവ് പറയില്ല. പടച്ച റബ്ബാണ് സത്യം, നല്ല പടമാണെന്ന് പറഞ്ഞത്. താന്നൂർ തിയേറ്ററിൽ ഇതിനകത്ത് റിവ്യൂ പറഞ്ഞ പടച്ച റബ്ബാണ് സത്യം. അതുപോലെയാണ് നിങ്ങളിപ്പോ. അപ്പോൾ ആ ഒരു സന്തോഷം കഴിഞ്ഞ് വന്നത് ഡോറ് തുറന്ന് നേരെ വന്ന് വീഡിയോ എടുത്താണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ആ എക്സൈറ്റ്മെന്റിലൊന്നും വീഡിയോ നല്ല റഷ് ഉണ്ടായിരുന്നു. ഇനി എത്ര മൈക്ക് വെച്ചാലും വോയിസ് കിട്ടൂല. അപ്പോൾ ഞങ്ങൾ സ്റ്റോറീസിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, പോയി കാണുക. ഒരു വീഡിയോ മൊത്തത്തിലൊരു വീഡിയോ ചെയ്യാം, അതും പോയി കാണുക. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഇന്നലെ ഉച്ചക്ക് ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കണത് ഇപ്പോഴാണ്. അതിന് പോയൊരു ടൈം കിട്ടില്ല. ഇന്നലെ വന്ന പാട് തല്ലൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി ഡ്രസ്സ് എടുക്കാൻ പോയി. 12 മണിയായി. തിരിച്ചു വന്ന് ലേറ്റായി കിടന്ന്. രാവിലെ 6 മണിക്ക് ഞാൻ പോയി. അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അവിടുന്ന് ഒരു കോഫി കുടിച്ചു കേട്ടോ. അവിടുത്തെ പരിപാടിയൊക്കെ ചെയ്ത് ഓടി പണഞ്ഞ് കോഫി മാത്രം ഒക്കെ ഇതാക്കിയിട്ട് ഇവിടെ വന്ന് തിരിച്ച് വന്ന് കുളിച്ച് മാറ്റി പോയി പരിപാടി അറ്റൻഡ് ചെയ്ത് അവിടുന്ന് ഒന്നും കഴിച്ചില്ല. അവിടുന്ന് ഒരു കോഫി കുടിച്ച്, ഒറ്റ കോഫി കുടിച്ച്. പിന്നെ കഴിഞ്ഞപ്പോഴാണ്
അവള് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ പറഞ്ഞു പൊറാട്ടയും ചിക്കനും നിൽക്കാൻ പറ്റില്ല, എനിക്ക് വയറ് നിറച്ച് തിന്നിട്ട് തിന്നാൻ പറ്റാതെ നിൽക്കണം, അങ്ങനത്തെ ഫുഡ് എവിടെ കിട്ടാന്ന് വെച്ച്. അങ്ങനെ നമ്മൾ ഫ്രണ്ടായിട്ട് കണക്ട് ചെയ്തിട്ട് മന്തി, അത് മയോനീസ് വിത്ത് മയോനീസ് ഉള്ള മന്തി, എന്നാലൊക്കെ മനസ്സറിയുള്ളൂ. മന്തി കഴിച്ചിട്ട് പോയിരുന്നു. ഇവിടുന്ന് 45 ദിറംസ് മുടക്കി പോയി മന്തി തിന്നാനായിട്ട്. ഇങ്ങനത്തെ പിരാന്തന്മാരൊക്കെ ഉണ്ടോ നിങ്ങളെ വീട്ടില്? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ ഇനി താടിമുടിയൊക്കെ വെട്ടി സുന്ദരകുട്ടപ്പൻ, ഞാൻ മെലിഞ്ഞിട്ട് 2 ദിവസം ഫുഡ് കഴിക്കാത്ത. അപ്പോൾ ഇൻഷാല്ലാ 2 ദിവസം കഴിക്കാത്തതിന്റെ ഒറ്റ നേരം കൊണ്ട് കഴിച്ചിരിക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇത്രയേ ഉള്ളൂ. എൻ്റെ സെലക്ഷൻ അങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമന്റ്. അജുക്കല്ല കേട്ടോ, അതെന്തായാലും പോയി, അത് കുഴപ്പമില്ല. ഡ്രസ്സ് എങ്ങനെ ഉണ്ട് പറയട്ടോ, എൻ്റെ സെലക്ഷനാണ് ഇത്, വേറെ സെലക്ഷനാണ്. ഇത് ഓര് സെലക്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു സന്തോഷങ്ങൾ അറിയിക്കണം തോന്നി, അതുകൊണ്ട് വീഡിയോ ഇതാണ്. പുതിയൊരു വീഡിയോ വരേക്കും ബൈ. ബൈ, അസ്സലാമു അലൈക്കും.